ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഗല TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടിയെ അന്വേഷിച്ച ഒരാൾ വന്നിരിക്കുകയാണ്. അദ്ദേഹം നടക്കാവുന്നിടത്തോടെ എല്ലാം നടന്ന് അന്വേഷിക്കുക കേട്ടോ. മാമച്ചൻ്റെ ഗ്രേസമ്മയുടെ അടുത്ത് പോയി, അതുപോലെ തന്നെ കഴക്കൂട്ടത്ത് പോയി, എല്ലായിടത്തും ഇങ്ങനെ അന്വേഷിച്ച് കിടക്കുക. അതിന് ശേഷം പിന്നെ നമ്മുടെ ചിന്നുകുട്ടിയുള്ള ഓർഫനേജ് വരെ എത്തി. അവിടെ ചെന്നു ഇങ്ങനെ അന്വേഷിക്കുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ വീട്ടിൽ പോയ കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുവാണ്. അപ്പോൾ എന്തിനാണിപ്പോൾ ആ ഒരു അന്വേഷണമായിട്ട് നിങ്ങൾ വന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു കുട്ടി ഉണ്ടോ എന്ന് അറിഞ്ഞാൽ മാത്രം മതി എന്നുള്ള കാര്യം ഇങ്ങനെ പറയുക അവിടെ അദ്ദേഹം. അപ്പോൾ എന്തായാലും ഞാൻ ആ പാലാരിവട്ടത്തുള്ള വീട്ടിലേക്കൊന്ന് വിളിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആ സിസ്റ്റർ അയാളെ അവിടെ ഇരുത്തിയിട്ട് അങ്ങ് പോകും. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നേരിട്ട് സിസ്റ്റർക്ക് അങ്ങനെ വിളിക്കാനൊന്നും പറ്റത്തില്ലല്ലോ, എന്തെന്നും പറഞ്ഞാൽ വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിന്നിക്കുട്ടിയെ കൊണ്ട് വിളിപ്പിക്കാമെന്നുള്ളൊരു ഇതിൽ പുള്ളിക്കാരി നേരെ കൊച്ചിനെ എടുത്തുകൊണ്ടാണ് ഫോൺ വിളിക്കാനായിട്ട് പോണേ. ചിന്നിക്കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ചിന്നിക്കുട്ടിയെ പോയി വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതേ നമുക്ക് രേവതി ചേച്ചിയോട് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ടുപോയി ഇങ്ങനെ നിർത്തിയിട്ടാണ് വിളിക്കുന്നത്. എന്നിട്ട് ഫോൺ എടുത്ത് നേരെ അങ്ങോട്ട് രേവതിക്കുട്ടിയെ വിളിച്ചു. വിളിച്ചിട്ട് എന്താണെന്ന് അറിയാനുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഹലോ, രേവതിക്കുട്ടി ഫോൺ എടുത്തു. ഹലോ രേവതിക്കുട്ടി അല്ലേന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. ഞാൻ ഓർഫനേജിൽ നിന്ന് വിളിക്കുകയാണെന്ന് പറഞ്ഞു. സിസ്റ്റർ എന്തൊക്കെയുണ്ട് വിശേഷം, ചിന്നിക്കുട്ടിക്ക് സുഖമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് രേവതിക്കുട്ടി കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്നിക്കുട്ടിയുടെ കൊടുക്കാമെന്ന് പറഞ്ഞു. ചിന്നിക്കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. ചിന്നിക്കുട്ടി ഇത് ആരാന്ന് നോക്കിയാൽ രേവതി ആൻറ്റിയാ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനോട് ഇങ്ങനെ പറഞ്ഞു. കൊച്ചൻ നേരത്തേക്ക് ഫോൺ മേടിച്ചിട്ട് ഹലോ എന്നൊക്കെ പറഞ്ഞ് രേവതിയോട് സംസാരിക്കുക കേട്ടോ. ഇതാരാ ഇത്, രേവതി ആൻറ്റിയുടെ ചിന്നിക്കുട്ടിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര സ്നേഹത്തോടെ രേവതിക്കുട്ടി ഇങ്ങനെ ചിന്നിക്കുട്ടിയോട് സംസാരിക്കുന്നു. പിന്നെ വിശേഷങ്ങളൊക്കെ രേവതിക്കുട്ടിയായിട്ട് സംസാരിക്കുക കുഞ്ഞ്. അത് കഴിഞ്ഞിട്ട് രേവതി ആൻറ്റിക്കൊരു ഉമ്മ തന്നേന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് ഉമ്മയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇതെന്നെ ഇങ്ങോട്ട് വരാത്തേന്നൊക്കെ കുഞ്ഞു വായിലിങ്ങനെ ചോദിക്കുക. രേവതി ആൻറ്റി വരാട്ടോ, ചിന്നിക്കുട്ടിക്ക് കൈ നിറയെ സമ്മാനങ്ങളുമായിട്ട് രേവതി ആൻറ്റി വരാലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചതിന് ശേഷം പിന്നെ ഫോണ് ചിന്നിക്കുട്ടി നമ്മുടെ സിസ്റ്ററിൻ്റെ കൈ കൊടുക്കാവേ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു. അപ്പോൾ സിസ്റ്ററെ രേവതിക്കുട്ടി വിളിച്ചു. അവിടെ ചിന്നിക്കുട്ടിക്ക് സുഖമല്ലേ, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം എന്ത് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിലിങ്ങനെ വിശേഷങ്ങളൊക്കെ പറയും. അതിനുശേഷം പിന്നെ രേവതിക്കുട്ടിയെ അന്വേഷിച്ച് ഒരാളിവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞു. എന്നെ അന്വേഷിച്ചോ, അതാരാണെന്ന് ചോദിക്കുമ്പോൾ ആരാണെന്ന് എന്താണെന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അദ്ദേഹം എല്ലായിടത്തും രേവതിക്കുട്ടിയെ അന്വേഷിച്ച് പോയി. കഴക്കൂട്ടത്തും അതുപോലെ അവിടെ പാലാരിവട്ടം വീട്ടിലും വന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെയൊന്നും വന്നില്ലല്ലോ. അവിടെ വന്നെന്നാ പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറഞ്ഞ എന്നെ തന്നെ അന്വേഷിച്ചാണോ വന്നതെന്ന് രേവതിക്കുട്ടി ചോദിച്ചു. അപ്പോൾ എല്ലാം പറഞ്ഞ ഒരു ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അത് രേവതിക്കുട്ടിക്ക് സാമ്യമുണ്ട് എന്ന് പറയാം. രേവതിക്കുട്ടിയാണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ എന്നാലും ഇത് ആരായിരിക്കും എന്നൊക്കെ ചോദിക്കും. ഇനിയിപ്പോൾ അങ്ങനെ ഒരു കുട്ടി ഉണ്ടോ എന്ന് അറിഞ്ഞാൽ മാത്രം മതിയെന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ള കാര്യം പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിക്കുട്ടിക്ക് മൊത്തത്തിലൊരു സംശയം. അപ്പോൾ വിളിച്ചിട്ട് ഇനി ഞാൻ അദ്ദേഹത്തിനോട് എന്താ പറയേണ്ടത് എന്ന് രേവതിക്കുട്ടിയോട് ഈ സിസ്റ്റർ ചോദിച്ചു. അപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതി, ഞാനിവിടെ ഉള്ള കാര്യമൊന്നും പറയണ്ടെന്ന് രേവതിക്കുട്ടി തന്നെ സിസ്റ്ററോട് പറയാം. ആരെന്നെ അന്വേഷിച്ച് വന്നാലും എന്നെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് മാത്രം സിസ്റ്റർ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞു. അപ്പോൾ ശരി, അങ്ങനെ ഞാൻ പറഞ്ഞോളാമെന്നും പറഞ്ഞു. അപ്പോൾ പിന്നെ ചിന്നിക്കുട്ടിയുടെ കാര്യമൊക്കെ ഒന്നുകൂടെ നമ്മുടെ രേവതിക്കുട്ടി ഓർമ്മപ്പെടുത്തിയിട്ട് ഫോണങ്ങ് കട്ട് ചെയ്തു. എന്നിട്ട് രേവതിക്കുട്ടി അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക. അപ്പോഴത്തേക്കും സിസ്റ്റർ ആണെങ്കിൽ ചിന്നിക്കുട്ടിയെ പിന്നെ കളിക്കാൻ കൊണ്ടുവിട്ടിട്ട് നേരെ വന്ന അയാളുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് അയാളോട് അവിടെ ചെന്നിരുന്ന് സംസാരിക്കുക. അപ്പോൾ അയാൾ ചോദിച്ചു എന്താ പറഞ്ഞ് വിളിച്ചിട്ട് വല്ലതും കിട്ടിയോന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ പറയുന്ന പോലത്തെ ഒരു കുട്ടി എന്തായാലും അവിടെ ഇല്ല, അങ്ങനെ കൃത്യമായിട്ട് ഒരു ഇതൊന്നും എനിക്ക് അവർ തന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അങ്ങനെ രേവതിക്കുട്ടിയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹത്തിനോട് പറയുകയും ചെയ്തില്ല ഈ സിസ്റ്റർ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നുള്ളത്. ഇനി ഇവർ നുണ പറയുന്നതാണോ എന്നൊക്കെയുള്ള രീതിയിൽ ഇദ്ദേഹം ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ. എന്തായാലും എന്തെങ്കിലും ഇവർ ഞങ്ങളും അന്വേഷിക്കാം, എന്തെങ്കിലും വിവരമുണ്ടെന്നുണ്ടെങ്കിൽ പറയാം. ഇപ്പോൾ എന്താണെന്നൊന്നും നമുക്കറിയില്ലല്ലോ സാർ. എന്തായാലും സാർ ഇപ്പോൾ ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് സിസ്റ്റർ എന്നിട്ട് അയാളെ പറഞ്ഞു വിട്ടു കേട്ടോ. അയാൾ എന്നിട്ട് ഇങ്ങനെ ഭയങ്കര നിരാശനായിട്ട് അങ്ങ് പോവുകയാണേ. അങ്ങനെ അദ്ദേഹം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിക്കുട്ടി നേരെ മാമച്ചൻ്റെയും ഗ്രേസമ്മയുടെ അടുത്തേക്ക് ഇല്ല. അവർ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നുമുണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പോഴത്തേക്കും എന്നിൽ നിന്നും പലതും മറച്ചു വയ്ക്കാൻ തുടങ്ങിയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും ഇങ്ങനെ രേവതിക്കുട്ടിയെ നോക്കി. മറച്ചു വയ്ക്കാനോ, എന്ത് നീ എന്നെ ഈ പറയുന്നത്? രണ്ടുപേരും കിടന്ന് ഉരുളൊന്നും വേണ്ട. ഉരുളാനോ, ഞങ്ങളോ? നിനക്ക് എന്നതാ രേവതിക്കുട്ടിയെ പറ്റിയതെന്നും ഗ്രേസമ്മ ചോദിച്ചു. എന്നെ അന്വേഷിച്ച് ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? എന്നിട്ട് നിങ്ങളെന്താ എന്നോടൊന്നും പറയാത്ത എന്നിങ്ങനെ രേവതിക്കുട്ടി ചോദിക്കും. ഇവർ രണ്ടുപേരും ഒരു ഞെട്ടലോടുകൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. നിങ്ങളുടെ ഈ നോട്ടത്തിൽ നിന്ന് തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ എന്നെ അന്വേഷിച്ച് ഇവിടെ ആരോ വന്നിരുന്നല്ലേ? നിങ്ങളെന്നോടത് മനഃപൂർവ്വം പറയാതിരുന്നതല്ലേ എന്ന് രേവതിക്കുട്ടി ഇങ്ങനെ ചോദിക്കാം കേട്ടോ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അത് മോളെ രേവതിക്കുട്ടി, ഞങ്ങൾ
ആൻറ്റി എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നേ? എന്നെ അന്വേഷിച്ച് ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് കൊണ്ട് എന്താ കുഴപ്പം? അല്ല, അവർ വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവർ വന്നത് എന്തിനു തന്നെയാണെങ്കിലും ആൻറ്റി അങ്കിൾ എന്തിനാ പേടിക്കുന്നത്? അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ എന്ന് രേവതിക്കുട്ടി പറയാം. ഇനി ഈ ലോകത്തുള്ള എത്ര വലിയ റിലേറ്റീവ്സ് ആണെങ്കിലും ആരൊക്കെയാണെന്ന് പറഞ്ഞാലും ഞാൻ നിങ്ങളെ ഇട്ടിട്ട് പോകാനൊന്നും പോകുന്നില്ല കേട്ടോ. എനിക്ക് നിങ്ങൾ രണ്ടുപേരും മതി. ഇത്രയും കാലം ഇല്ലാതിരുന്ന റിലേറ്റീവ്സിനെയൊന്നും ഇനി രേവതിക്കുട്ടിക്ക് ആവശ്യമില്ല. എന്നെ ഞാനാക്കിയ നിങ്ങളിട്ടിട്ട് ഞാൻ പോകുന്നാണോ നിങ്ങൾ കരുതിയതെന്നൊക്കെ രേവതിക്കുട്ടി ഇങ്ങനെ ഇവരോട് ചോദിക്കുക. അങ്ങനെ ഒരു പേടി രണ്ടുപേർക്കും വേണ്ട കേട്ടോ എന്നും പറഞ്ഞ് ഇവരെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് രണ്ടുപേരുടെ നടുക്ക് കയറിയിരുന്ന് രേവതിക്കുട്ടി ഇങ്ങനെ പറയുക. അപ്പോൾ അത് കേട്ടപ്പോഴാണ് മാമച്ചനും ഗ്രേസമ്മയ്ക്കൊന്ന് ശ്വാസം നേരെ വീണത്. രേവതിക്കുട്ടി പോകുമോ, രേവതിക്കുട്ടി അവർ കൊണ്ടുപോകുമോ എന്നൊക്കെയുള്ളൊരു പേടിയായിരുന്നു ഗ്രേസമ്മയ്ക്ക് മാമച്ചായനും. എന്തായാലും രേവതിക്കുട്ടി പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഇനിയിപ്പോൾ അവർക്ക് പേടിക്കാതെ തന്നെ നിൽക്കുക. അങ്ങനെ എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും ഞാൻ എൻ്റെ അങ്കിളിനെ ആൻറ്റീനെ ഉപേക്ഷിച്ച് ഇവിടുന്ന് എങ്ങും പോയില്ല. എൻ്റെ ജീവിതം എനിക്ക് ഇവിടെ ജീവിച്ച് തീർക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ രേവതിക്കുട്ടി ഇവരോട് പറയാപ്പോഴത്തേക്കും എന്തേ ഭയങ്കര സന്തോഷം. എന്നിട്ട് രേവതിക്കുട്ടി നേരെ അകത്തേക്ക് കയറിപ്പോയി. അന്നേരത്തേക്ക് മാമച്ചായനും ഗ്രേസ്മയും അവിടെ ഇരുന്ന് അവൾ പറഞ്ഞത് സത്യമായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അവൾ നമ്മൾ ഇട്ടിട്ട് പോകുമോ എന്നൊക്കെയുള്ളൊരു പേടി എങ്കിലും അവരുടെ ഉള്ളിലുള്ളിലുണ്ട്. എന്നിട്ട് അവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചെയ്തു. അത് അപ്പോൾ സ്വയം ആശ്വസിക്കാൻ ഇവൾ നമ്മൾ ഇട്ടിട്ട് പോവില്ല എന്ന് സ്വയം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആശ്വസിച്ച് അവിടെ അങ്ങനെ ഇരിക്കുക. ഇത് കഴിഞ്ഞ് രേവതിക്കുട്ടി നേരെ പോയി ഫോൺ എടുത്ത് വിളിക്കുന്നത് അലീനയാണ്. അപ്പോൾ അലീനയെ വിളിച്ചു. അപ്പോൾ അലീന അവിടെ വീട്ടിൽ നല്ല തിരക്കിട്ടുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി വിളിച്ചപ്പോൾ അലീന എടുത്തു. ഹലോ ചേച്ചി. രേവതിക്കുട്ടി, നീ എനിക്കെന്താ ക്ലാസ്സില്ല, നീ എന്താ ഈ സമയത്ത് വിളിച്ചതെന്നൊക്കെ ചോദിച്ചു. ഇന്ന് എനിക്ക് ക്ലാസ്സില്ലായിരുന്നു ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, ഞാൻ ചേച്ചിയോടൊരു കാര്യം പറയാനായിട്ട് വിളിച്ചതാണെന്ന് പറഞ്ഞു. എന്താ മോളെ, എന്താ കാര്യമെന്ന് ചോദിച്ചു. അന്നേരം ഇന്നിവിടെ ഒരു സംഭവം ഉണ്ടായി ചേച്ചി എന്ന് പറഞ്ഞു. എന്താ മോളെ? എന്നെ ഓർഫണേജിൽ നിന്ന് സിസ്റ്റർ വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞു. ആണോ? എന്നിട്ട് എന്തു പറഞ്ഞു? ചിന്നുകുട്ടിയായിട്ട് ഞാൻ സംസാരിച്ചു ചേച്ചി. ആണോ? ചിന്നുമോള് സുഖമായിട്ടിരിക്കുന്നോ? അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ നല്ല മിടുക്കിയായിട്ടിരിക്കുന്നു. അവൾ എന്താ നമ്മളങ്ങോട്ട് ചെല്ലാത്തതെന്ന് ചോദിച്ചു എന്ന കാര്യമൊക്കെ പറയുക. എങ്ങനെ പോവാനാ മോളെ, ഇവിടുത്തെ അവസ്ഥയൊക്കെ അറിയില്ലേ എന്നൊക്കെ ചോദിച്ചു. അതിനുശേഷം പിന്നെ ഞാൻ ചെല്ലാന്നൊക്കെ മോളോട് പറഞ്ഞു എന്നൊക്കെ രേവതിക്കുട്ടി പറയുക. പിന്നെ എന്നോട് അവിടുത്തെ സിസ്റ്ററമ്മ ഒരു കാര്യം പറഞ്ഞു. എന്താ മോളെ, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ എന്നെ അന്വേഷിച്ച് അവിടെ ആരോ ചെന്നു എന്ന് പറഞ്ഞു. പിന്നെ എന്നെ അന്വേഷിച്ച് എല്ലായിടത്തും ഇവിടെ പാലാരിവട്ടം വീട്ടിലും വന്നു, കഴക്കൂട്ടത്തൊക്കെ ചെന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് അറിയണമെന്ന്, അവർക്ക് എന്നെ കൊണ്ടുപോകണം എന്നുള്ള രീതിയിലാണ് എന്നോട് സംസാരിച്ചത്, സിസ്റ്ററമ്മ സംസാരിച്ചത് എന്നോടെന്നൊക്കെ രേവതിക്കുട്ടി പറയുമ്പോൾ അതാരാ നിന്നെ അന്വേഷിച്ച് വരാൻ? ഇനി നിൻ്റെ റിലേറ്റീവ്സ് ആരെങ്കിലും ആയിരിക്കുമോ എന്നൊക്കെ ചോദിച്ചു. എന്തിനാ ചേച്ചി ഇപ്പോൾ എനിക്കൊരു റിലേറ്റീവ്സ്? അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ലേ ചേച്ചി. ഞാൻ ഒരിക്കലും ആരൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഇവിടെ നിന്നു എങ്ങോട്ടും പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്ന് പറഞ്ഞു. മോളെ നീ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരും ഇല്ലാതിരുന്ന സമയത്ത്, ഞാൻ ഒന്നും അല്ലാതിരുന്ന സമയത്ത്, പെരുവഴിയിൽ നിന്ന സമയത്ത് എന്നെ താങ്ങിയതും എന്നെ ചേർത്ത് പിടിച്ചതും ഈ വീട്ടിലെ അങ്കിളും ആൻറ്റിയാണ്. അവരെ ഇട്ടിട്ട് ഞാൻ പോകണമെന്നാണോ ചേച്ചി പറയുന്നത്? ഇനി എത്ര വലിയ റിലേറ്റീവ്സ് വന്നെന്ന് പറഞ്ഞാലും ഞാൻ അവരെ ഉപേക്ഷിച്ച് പോവില്ല ചേച്ചി, എനിക്ക് പോകാൻ കഴിയില്ല ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി ഇങ്ങനെ അലീനയോട് പറയണം. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ, നീ എടുത്ത തീരുമാനമാണ് ശരിയെന്നൊക്കെയുള്ള കാര്യങ്ങളിങ്ങനെ പറയാം. ഒരിക്കലും ആ അങ്കിളിനെയും ആൻറ്റിയെയും ഉപേക്ഷിച്ച് കളയരുതെന്നും അലീന അനിയത്തെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ചേച്ചി അനിയത്തിയും കൂടെ ഇങ്ങനെ സംസാരിച്ച് പിന്നെ വൈജയുടെ കാര്യം ചോദിച്ചു, വീട്ടിലെ കാര്യം ചോദിച്ചു, ബാലചന്ദ്രൻ്റെ കാര്യം ചോദിച്ചു, അങ്ങനെ എല്ലാം പറഞ്ഞു. അപ്പോൾ എനിക്ക് നിന്നോട് ഒരു കൂട്ടം കാര്യങ്ങൾ പറയാനുണ്ട് മോളെ, ഇപ്പം അതിനൊന്നും ഉള്ളൊരു സമയവും സന്ദർഭവും ഒന്നുമല്ല, എല്ലാം ഞാൻ നിന്നോട് വളരെ വിശദമായിട്ട് തന്നെ പറയാം എന്നും പറഞ്ഞ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയാം. അപ്പോൾ അങ്ങനെ ഇതെല്ലാം പറയുന്നത് കേട്ടപ്പം ശരി ആയിക്കോട്ടെ, ചേച്ചിക്ക് തിരക്കാണെങ്കിൽ വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ദേ നമ്മുടെ രേവതിക്കുട്ടിയും അലീനയും കൂടി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് അലീന ഇങ്ങനെ അവിടെ നിൽക്കുന്നു, രേവതിക്കുട്ടി ഇവിടെ ഇങ്ങനെ വന്നവരെ പറ്റിയുള്ള ആലോചനയായിട്ട് ഇങ്ങനെ ഇവിടെയും നിൽക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഹരി എന്ന് പറയുന്ന ആ ഒരു എന്നാ പറയുന്നത് ഒരു വ്യക്തിത്വം ഇല്ലാത്തവൻ അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അച്ഛനും വല്യച്ഛനും കൊച്ചച്ഛനും ഒക്കെ കൂടെ ചെന്ന് ഹരിയെ കണ്ടു. ഹരി നീ ഇങ്ങ് വന്നേ. അപ്പോൾ ഹരിക്ക് അലീനയുടെ നേരെ ഒരു വൃത്തികെട്ട നോട്ടം ഉണ്ടെന്നുള്ള കാര്യം ഇവർക്ക് അറിയാം. അതാണ് ഇവർ 3 പേരും കൂടെ ഈ ഹരിയോട് സംസാരിക്കാനായിട്ട് ചെല്ലുന്നത്. അപ്പോൾ ഹരി നീ എന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞവർ എന്നാ വല്യച്ചാന്ന് ചോദിച്ചു. അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാനുള്ളത്, അത് വേണ്ടുന്ന രീതിയിൽ വേണം നീ എടുക്കാനെന്ന് പറഞ്ഞു. ഇതെന്താ വലിയൊരു മുഖവരയൊക്കെ ഇട്ട് വലിച്ച് സംസാരിക്കുന്നത്, 3 പേരും ഉണ്ടല്ലോ, എന്താ കാര്യമെന്നൊക്കെ ചോദിക്കുക. നീ അലീനയെ എങ്ങനെയാണ് കാണുന്നത് എന്ന് വലിയച്ഛൻ ചോദിച്ചു. അലീനയെ എങ്ങനെ കാണാൻ, അവളെ ഇപ്പോൾ പ്രത്യേകിച്ച് കാണേണ്ട കാര്യം എന്താ, അവളെല്ലാം നശിപ്പിച്ചിട്ട് നിൽക്കുകയല്ലേ എന്ന് ചോദിച്ചു. നിന്നോട് അതിനെപ്പറ്റിയല്ല ഞങ്ങൾ ചോദിച്ചത്, അലീനയോട് നിനക്കിപ്പോഴും ഒരു മോശമായ നോട്ടം ഉണ്ടെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം എന്നിവർ പറയുക. അപ്പോൾ
സ്വന്തം പെങ്ങടെ കൊച്ചായപ്പോൾ ഇവർക്കെല്ലാവർക്കും പൊള്ളി. വൃത്തികെട്ട നോട്ടവോ അല്ലെങ്കിൽ വൃത്തികെട്ട അപ്രോച്ച് ഒന്നും ഉണ്ടാകരുതെന്ന്. പുറത്തുനിന്ന് അനാഥപ്പെണ്ണ് തന്നെയായിരുന്നെങ്കിൽ മകൻ എന്നാ കാണിച്ചാലും അതിനൊക്കെ കൊടി പിടിച്ച് കൊച്ചച്ഛനും അതുപോലെ ഈ പറയുന്ന അച്ഛനും ഒക്കെ നിന്നേനെ. അലീനയോട് ഇവനൊരു എന്തോ മോശം രീതിയിലുള്ളൊരു അപ്രോച്ച് ഉണ്ട് എന്ന് മനസ്സിലാക്കി അന്ന് രാജീവൻ ഇവനെ കുറേ ഇതൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഇന്നിപ്പോൾ പെങ്ങടെ കൊച്ചാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവനൊക്കെ നേരെ തിരിഞ്ഞ് ഹരിയുടെ മുന്നിൽ സംസാരിക്കാൻ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇനി അന്നേരം ഈ ഗംഗേട്ടൻ പറഞ്ഞു, നീ മേലിൽ അലീനയെ മറ്റൊരു രീതിയിൽ കാണരുതെന്ന്. അപ്പോൾ ഇവനിങ്ങനെ നോക്കുക കേട്ടോ. ഇവനിങ്ങനെ നോക്കിയപ്പോൾ ഞാൻ എന്നാ ചെയ്തെന്നാ ഈ പറയുന്നേ എന്ന് ഈ ഹരി ഇവരോട് ചോദിക്കുക. നീ ചെയ്തതും ചെയ്യാത്തതും എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതും എല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നീ ഒന്നും അറിഞ്ഞില്ല എന്ന് മാത്രം പറയണ്ടെന്ന് ഈ ഗംഗേട്ടൻ അങ്ങ് പറഞ്ഞു. നീ ഇത്രയും ദിവസം കാണിച്ചതും ചെയ്തതും ഒക്കെ പോട്ടെ, ഞങ്ങളെല്ലാവരും അത് ക്ഷമിക്കുകയും സഹിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇനി ഇന്ന് തൊട്ട് ഒരിക്കലും നീ അലീനയെ മോശം കണ്ണുകൾ കൊണ്ട് കാണരുത്. നിൻ്റെ ഒരു സഹോദരിയായിട്ട് തന്നെ അവളെ കാണാവുള്ളൂ. നിൻ്റെ സഹോദരിയുടെ സ്ഥാനത്താണ് അവൾ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവനിങ്ങനെ എല്ലാവരെയും മാറി മാറി ഇങ്ങനെ നോക്കുക. പ്രത്യേകിച്ച് രാജീവനൊക്കെ അന്നേരം നിലത്തേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. കാരണം ഇവൻ്റെ ഒന്ന് മുഖത്ത് നോക്കി ചോദിക്കാനോ അല്ലെങ്കിൽ ഒരു ഉപദേശം കൊടുക്കാനുള്ള യോഗ്യത ഈ രാജീവൻ എന്ന് പറയുന്നവനൊന്നും ഇല്ല. അവനൊന്നും മിണ്ടാട്ടം പോലും ഇല്ല, ഇങ്ങനെ നിൽക്കുക. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ. നീ ചെയ്തു എന്നല്ല, നീ ചെയ്യാതിരുന്നിട്ടില്ലല്ലോ. ഇപ്പോഴും നിനക്ക് ആ ഒരു പക അലീനയോടില്ലേന്ന് ചോദിച്ചു. അലീനയോട് പക നിറഞ്ഞ മനസ്സുകൊണ്ടാണ് നീ നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അലീനയെ തകർക്കാൻ ഒരു അവസരം നിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ ഇടവും വലവും നോക്കാതെ നീ അതിനെല്ലാം ചാടി ഇറങ്ങി പുറപ്പെടുന്നതെന്നും ഞങ്ങൾക്കറിയാം. ഇന്നു മുതൽ ഇനി അങ്ങനെയൊന്നും വേണ്ട. അലീനയെ നീ നിൻ്റെ ഒരു സഹോദരിയായിട്ടേ കാണാൻ പാടുള്ളൂ. അലീനയെ ഒരു രീതിയിലും മോശമായ രീതിയിൽ നീ കാണാനോ അല്ലെങ്കിൽ അവളോട് പെരുമാറാനോ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഇനി യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞു. ഇന്ന് മുതൽ ബാലചന്ദ്രൻ്റെ വീടുമായിട്ടോ അല്ലെങ്കിൽ അലീനയായിട്ടോ അവിടെയുള്ള ആരുമായിട്ടോ നമുക്ക് ഒരു വഴക്കുമില്ല. ഇന്നത്തോടുകൂടി എല്ലാ വഴക്കുകളും നമ്മൾ അവസാനിപ്പിച്ചു. ഇനി നമ്മളും അവരും പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയിരിക്കണം മുന്നോട്ട്. അലീനയുടെ കാര്യത്തിലും അത് അങ്ങനെ തന്നെ ആയിരിക്കണം. ഇതൊക്കെ പറഞ്ഞ് ചേട്ടനെല്ലാം പറഞ്ഞ് ഉപദേശങ്ങളായിട്ട് കൊടുക്കുവാണ്. അതെല്ലാം കേട്ടപ്പോഴത്തേക്ക് നിങ്ങൾക്കൊക്കെ എന്നാ പറ്റിയത്? ആൻറ്റിയോട് അവൾ ചെയ്തതൊക്കെ നിങ്ങൾ മറന്നുപോയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഹരി. ആൻറ്റിയോട് അവൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അതൊന്നും നിന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. ഏതായാലും അവളുടെ ആങ്ങളമാരായ ഞങ്ങൾക്കാർക്കും അതിൽ പരിഭവമോ പരാതിയോ അല്ല അലീനയോട് ശത്രുതയോ ഇല്ല. അപ്പോൾ പിന്നെ നിനക്കും അതിൻ്റെ ആവശ്യമില്ല. പറഞ്ഞെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഇവനെ കുറേ ഉപദേശമൊക്കെ ഉപദേശിച്ചു. ഇവനൊന്നും കേട്ടത് ഇഷ്ടപ്പെട്ടില്ല. ഇവനെ എന്നിട്ട് തുള്ളി ചാടി ഇവരുടെ ഇടയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോണ പോക്കിന് അച്ഛനെ ഒരു തുറച്ച് നോട്ടവും അങ്ങ് നോക്കി. എന്നിട്ട് ആശാൻ അങ്ങ് പോയി. അപ്പോൾ ഇവൻ ഇതും കൊണ്ടൊക്കെ ഒതുങ്ങുമോ എന്ന് ശിവനിങ്ങനെ ഗംഗേട്ടനോട് ചോദിക്കുമ്പോൾ ഇവനെ നീ ശരിക്കും സൂക്ഷിച്ചോളണം എന്ന് ഗംഗേട്ടൻ ശിവനോട് പറയുവാണ്. അങ്ങനെയൊന്നും പെട്ടെന്ന് ഒതുങ്ങുന്ന ആളല്ല ഹരിയെ ശരിക്കും സൂക്ഷിക്കണം എന്ന് വീണ്ടും ഉപദേശമായിട്ട് ശിവനോട് പറയാണ്. നമ്മുടെ കുട്ടികളാണ് രണ്ടുപേരും, അത് നിങ്ങൾ രണ്ടുപേരും ഓർക്കണം. രാജീവ, ഇനി അവനെ ചൂട് പിടിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള സംസാരവും നിൻ്റെ ഭാഗത്തു നിന്നുണ്ടായേക്കരുത് എന്നും ഗംഗേട്ടൻ രാജീവനോട് പറഞ്ഞു കൊടുക്കുക. രാജീവേട്ടന് പിന്നെ ഒന്നും പറയാനില്ല. ഇങ്ങനെ തല കുനിച്ച് കുമ്പിട്ട് നിന്ന് തല ഇപ്പം നിവരാണ്ടായെന്ന് തോന്നുന്നു. അങ്ങനെയാണ് രാജീവൻ്റെ നിപ്പ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നല്ലൊരു സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ട് ഇന്നത്തെ കഥ വരുന്നുണ്ട്. അപ്പോൾ ഡയലോഗുകളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചാലും കഥ ഇത് തന്നെയാണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. അപ്പം ഇതിൽ കൂടുതൽ വിശേഷങ്ങളും കണ്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. ടാറ്റ, ടേക്ക് കെയർ, ബൈ ബൈ.